സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാല ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള, കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ അതിലേക്ക് വേണ്ടത് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചത്, 250 ഗ്രാം ചിക്കന്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചത്, പിന്നെ മാവുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി നമുക്ക് ആദ്യം മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ മാവിലേക്ക് ഇതിലേക്ക് മുളക് പൊടി, കടലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം മാവ് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് സവാള കട്ട് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചെറിയ 3 കിഴങ്ങ് മാത്രം മതി. ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയാൽ നമുക്ക് കൂടുതൽ ബോണ്ട ഉണ്ടാക്കാം. ഇവിടെ ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 3 കിഴങ്ങ് മാത്രം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കിഴങ്ങിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് എങ്ങനെയാണോ ഏത് സൈസിലാണോ ബോൾസ് വേണ്ട അതിനനുസരിച്ചിട്ട് ബോളാക്കി വെക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനേ ഉള്ളൂ, ബാക്കി അതും കൂടി ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മാവിൽ മുക്കിയെടുത്തിട്ട് ഓരോ ബോളുകളാക്കിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ബോളാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. വാങ്ങുമ്പോൾ വലിയ സൈസ് ബോളായിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഒരു അളവ് വേണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇവിടെ ഞാൻ വളരെ മീഡിയം സൈസ് ആക്കിയിട്ടാണ് ബോണ്ട ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വളരെ വലിയ ബോണ്ട വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടാക്കാം, അല്ലെങ്കിൽ ചെറുതാ വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബോണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ യെല്ലോ കളർ കിട്ടിയതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ 4 മണിക്കുള്ള ചായക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം.
എന്തായാലും ചിക്കൻ വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ യൂസ് ചെയ്തത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.